ഹലോ ഗായ്സ്, അപ്പോൾ ഇന്നൊരു കുഞ്ഞ് ഡേ ഇൻ മൈ ലൈഫാണ്. അപ്പോൾ ആദ്യം തന്നെ പുറത്തോടെയൊക്കെ നടക്കാൻ കുറച്ച് നേരം. കാരണം എന്താണെന്ന് വെച്ചാൽ ഇത്രയും ദിവസം മഴയൊക്കെ കഴിഞ്ഞിട്ട് കരിഞ്ഞ് നിന്നിട്ട് നമ്മുടെ ചെടിയൊക്കെ നന്നായിട്ട് വാടി നിൽക്കുമായിരുന്നു. ചെടിയെല്ലാം ഇതൊക്കെ കുറച്ച് ദിവസമായിട്ട് മഴയായതുകൊണ്ട് നല്ലതായിട്ട് തളിരിട്ട് ആ മഞ്ഞ കളറൊക്കെ നല്ല പച്ചപ്പായിട്ടുണ്ട്. ഈ പയറൊക്കെ എങ്ങനെ നിന്നതാ, അതാണെങ്കിൽ നന്നായിട്ട് ഇപ്പോൾ തളരിട്ട് വള്ളിയൊക്കെ കയറി തുടങ്ങി. കൂടെ ഒരേ ഒരു പയറുണ്ടായി, അതാണ് ഇപ്പോൾ കാണിച്ചത്. ഈ ചെടിയൊക്കെ നല്ല മഞ്ഞ കളറിൽ നിന്നതാണ്. അതൊക്കെ അതിൻ്റെ പഴയ കളറിലേക്ക് വന്നിട്ടുണ്ട്. പുറത്തോടെ നടന്ന് ഞാൻ എല്ലാം നോക്കുമായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു. അന്നേരം നമ്മൾ നട്ട ബൊഗെയിൻവില്ലയിലും ഓർക്കിഡൊക്കെ മുട്ടിട്ട് ബൊഗെയിൻവില്ലയൊക്കെ നന്നായിട്ട് തളർത്ത് പിടിച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ആ ലക്കി ബാമ്പൂലൊക്കെ നിറയെ വേറിട്ടുണ്ട്. തകർത്ത് വെക്കുമെന്ന് എനിക്കറിഞ്ഞൂടാ, പക്ഷേ എന്നാലും നല്ല ഭംഗിയായിട്ടുണ്ട്. നിലത്ത് ഒഴിച്ച് വെക്കണമെങ്കിലും വേരൊക്കെയായി. ഓർക്കിഡിലും എല്ലായിടത്തും നല്ല പൂവൊക്കെ ഉണ്ടായി. പക്ഷേ ഇവിടെ മാത്രമാണ് കുറച്ച് അലമ്പായിപ്പോയത്. നമ്മൾ ആ മണ്ണ് കിടന്നതൊക്കെ മാറ്റിയില്ലേ, അവിടെ കുറച്ചിതായി. അതൊക്കെ ഇപ്പോൾ വഴിയെ മാറ്റാൻ പതൊക്കെ. കണ്ടോ, ഇത് ഞാൻ പറഞ്ഞ ലക്കി മാവിൽ നിറയെ വേരൊക്കെ വന്നെന്ന് പറഞ്ഞില്ലേ. ഇത് വേണേൽ മണ്ണിൽ നടാം. ഇത് അകത്ത് വെക്കുമെന്ന് എനിക്കറിയില്ല, അങ്ങനെ ഉണ്ടെങ്കിൽ അകത്ത് വെക്കാം. ഇതാണെങ്കിലും നന്നായിട്ട് തളിരും വന്ന് അതുപോലെ തന്നെ വേരും വന്നിട്ടുണ്ട്. പിന്നെ ഇന്നത്തെ മെയിൻ പരിപാടി എന്ന് പറഞ്ഞാൽ ഇങ്ങനെ കിടന്ന റൂം നമ്മൾ ഇതിങ്ങനെ ആക്കി എടുക്കാം. നിറയെ സാധനങ്ങളായിരുന്നു ഈ റൂം ഫുള്ള്. അപ്പോൾ അതൊക്കെ ഒന്ന് ഒതുക്കി വന്നപ്പോഴത്തേക്കും സത്യം പറഞ്ഞാൽ അടുത്ത് അതൊക്കെ ഒതുക്കി വെച്ച് ആ റൂമിൻ്റെ ലുക്കേ മാറ്റി. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നേരത്തെ നമ്മുടെ വീട് ഇങ്ങനെ കിടക്കുമ്പോൾ ഇപ്പം അതൊന്നും ചെയ്യാൻ പറ്റത്തില്ല. ഇതൊക്കെ ഒന്ന് ഒതുക്കിയിട്ട് കുറച്ച് മാറ്റങ്ങൾ വരുത്തുള്ളൂ. ആദ്യം തന്നെ ഈ വീട്ടിനകത്ത് കുറച്ച് പൊടിയൊക്കെ ഉണ്ടായിരുന്നു. ഞാനാണെങ്കിൽ എടുത്തിട്ട് പൊങ്ങണില്ലായിരുന്നു. ഞാൻ പിന്നെ നിലത്തോട്ട് തന്നെ ഇങ്ങനെ ചാരി വെച്ചിട്ട് കുടഞ്ഞ് കൊട്ടിക്കളയുകയായിരുന്നു. എന്നിട്ടാണ് ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്തത്. കാരണം അല്ലാത്ത താഴോട്ട് തട്ടിയിട്ടുണ്ടെങ്കിൽ ബാക്കി. എന്നിട്ട് പിന്നെ ഒരിതും വിരിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പം തന്നെ ഇത് വിരിച്ചപ്പോൾ തന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. കാരണം എന്താണെന്ന് വെച്ചാൽ ഇങ്ങനത്തെ ഒരു സാധനം ഒന്നും ഇവിടെ വിരിക്കാറൊന്നുമില്ല. ഇങ്ങനെ പ്രിൻ്റുള്ളതൊന്നും പണ്ടൊക്കെ വിരിക്കാറുള്ളൂ. അപ്പോൾ ഇത് വിരിച്ചപ്പോൾ തന്നെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇതാണ് ആ പേപ്പർ കൊണ്ടുണ്ടാക്കിയ ഫ്ലവേഴ്സ്. എന്ന് വെച്ചാൽ അത്ര ഫ്ലവറിലൊക്കെ നല്ല സാധാ ചുമ്മാ ബുക്കിൻ്റെയോ അല്ലെങ്കിൽ ബോണ്ട് പേപ്പറോ അങ്ങനെയൊക്കെ യൂസ് ചെയ്തിട്ട് ഉണ്ടാക്കിയാൽ മതി. ഇവിടെയാണ് ഞാൻ കുറേ പാടുപെട്ടത്. എൻ്റെ ഫ്രണ്ട് കുറേ ഫെവിക്കോൾ കൊണ്ട് ഞാനത് ഒട്ടിക്കാൻ നോക്കി. ഫെവിക്കോൾ വെച്ച് നമ്മൾ കുറച്ച് നേരം പിടിച്ചുകൊണ്ടിരുന്നാൽ അത് അവിടെ ഒട്ടിയിരിക്കും. പക്ഷെ നമ്മൾ അത്ര നേരം പിടിച്ചുകൊണ്ടിരിക്കാൻ പറ്റത്തില്ലല്ലോ. അങ്ങനെ കുറേ നോക്കി. പിന്നെ ഞാൻ ഒരു പേപ്പർ എടുത്ത് ഒട്ടിച്ചിട്ടാണ് അതിൻ്റെ പോലത്തെ ഒട്ടിച്ചത്. അങ്ങനെയൊക്കെ കുറേ നേരം കൊണ്ടാണ് ഇത് ഒട്ടിച്ചത്. സെല്ലോ ടേപ്പ് കൊണ്ട് ഒട്ടിക്കാൻ നോക്കി, അതാണെങ്കിൽ ഒട്ടണ പോലും ഇല്ലായിരുന്നു അതിനകത്ത്. ഡബിൾ സൈഡ് ടേപ്പ് എൻ്റെ ഇല്ലായിരുന്നു. ലാസ്റ്റ് ഫെവിക്കോൾ കൊണ്ട് തന്നെയാണ് ഒട്ടിച്ചത് ഫുള്ള്. അങ്ങനെ അത്ര ഒട്ടിച്ചപ്പോഴത്തേക്കും എനിക്കാണെങ്കിൽ ഇപ്പോഴത്തെ ഇഷ്ടം കൂടെ കുറച്ച് ഒട്ടിക്കും. കുറച്ച് ഒട്ടിക്കാമല്ലോ എന്ന് ഓർത്തിട്ടാണെങ്കിൽ ഞാനാണെങ്കിൽ കളർ പേപ്പർ വെച്ച് ഇപ്പുറത്തെ വശത്തും അതുപോലെ ഫ്ലവേഴ്സ് ഉണ്ടാക്കി. അതൊക്കെ ഇവിടേക്കകത്ത് കാണിക്കുന്നുണ്ട്. ഇതിപ്പോൾ ഡബിൾ സൈഡ് ടേപ്പിന് പകരം ഞാൻ ഉണ്ടാക്കിയതാണ്. പക്ഷേ അതെൻ്റെ കയ്യിലെ ആ ടേപ്പ് ഒട്ടിയിരിക്കുന്നത്, അത് ആ ഭിത്തിയിൽ ഒട്ടണേ ഇല്ല. ലാസ്റ്റ് ഞാൻ പേപ്പർ ഒട്ടിച്ചിട്ട് അതിൻ്റെ പുറമെ ഫെവിക്കോളും ഈ ഫ്ലവറിനോട് ഒട്ടിച്ചെടുത്തപ്പോഴാണ് അത് അവിടെ നിന്ന് നിന്നത്. പിന്നെ ഈ വീഡിയോയ്ക്കകത്ത് കൂടുതൽ ഞാൻ കുറേ നേരം ക്യാമറ ഇട്ട് നോക്കുന്നുണ്ട്. അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്റ്റോറേജ്
എപ്പോൾ വേണേലും തീരാം. അപ്പോൾ അത് ഓഫാവുന്നുണ്ടോ എന്ന് തിരുത്തി നോക്കിക്കൊണ്ടേയിരിക്കുന്നു. ഒട്ടിച്ച് വന്നപ്പം അതിൻ്റെ ലുക്ക് ഇങ്ങനെയായിരുന്നു. കണ്ടോ, ഒരെണ്ണം ഒട്ടിക്കുമ്പോൾ അടുത്ത പറഞ്ഞു പോലും. എന്നിട്ട് ലാസ്റ്റ് എല്ലാം കൂടെ ഒട്ടിച്ച് വന്നപ്പോൾ ഉള്ള ഫൈനൽ ലുക്ക് കാണിച്ചു തരാവേ. വലിയ കാര്യമായിട്ടൊന്നുമില്ല, എന്നാലും ഒരു ഭംഗി. അപ്പോഴാണ് എനിക്ക് ഇവിടെയും കൂടെ കളർ പേപ്പർ വെച്ചിട്ട് ഒട്ടിക്കാനൊരു ഐഡിയ വന്നത്. പിന്നെ അവിടെയും കളർ പേപ്പർ വെച്ചിട്ട്, കളർ പേപ്പർ എന്നിട്ടുണ്ടായിരുന്നു, അത് വെച്ചിട്ട് കുറച്ച് ഫ്ലവേഴ്സ് ഉണ്ടാക്കി അവിടെ ഒട്ടിച്ചു കൊടുത്ത്. ഇത് സ്ക്വയറായിട്ടുള്ള പേപ്പറാണ്, അപ്പോൾ അതുകൊണ്ട് പ്രത്യേകിച്ച് എനിക്കൊന്നും കട്ട് ചെയ്യാനൊന്നും പറ്റില്ല. പിന്നെ അതിൻ്റെ അറ്റം കുറച്ച് നമ്മൾ പൂവിൻ്റെ കറ്റടില്ല അതുപോലെ ചെയ്യാൻ വേണ്ടി കത്രിക വെച്ച് ഇങ്ങനെ ഇപ്പം ഇതിനകത്ത് ചെയ്യുന്ന പോലെ ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടി നന്നായി വരുന്ന ഒരു പൂവൊക്കെ പോലെ ഇരിക്കും. പക്ഷെ കീറി പോകാണ്ട് നോക്കണം വലിക്കുമ്പോൾ. ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും ഈ ഭിത്തിയുടെ ലുക്ക് ഇങ്ങനെ കാണുമ്പോൾ മൊത്തം എന്താ ഒരു വൃത്തികേട് പോലെ തോന്നുന്നുണ്ടോ? പക്ഷെ എന്താണെങ്കിലും നേരിട്ടാണ് അത്ര വലിയ പ്രശ്നമൊന്നുമില്ല. ഏകദേശം നല്ല രീതിക്ക് വന്നെന്ന് തോന്നുന്നു. അതാണ് ഞാനീ പറയണേന്ന് തോന്നുന്നത്. പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പോൾ ഒരു കുളിയൊക്കെ കുളിച്ച് കഴിഞ്ഞിട്ട് എന്തായാലും ഡേ ഇൻ മൈ ലൈഫൊക്കെയല്ലേ ചെയ്യുന്നത്. ചുമ്മാ ഒരു വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട്, ഒരു വീഡിയോ അല്ല, ഈ വീഡിയോയുടെ ബാക്കി എടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഒരു ലിപ് ലൈനറും കുറച്ച് ലിപ്സ്റ്റിക്കും ഒരു ക്രീമൊക്കെ ജസ്റ്റ് തേച്ച് കൊടുത്തിട്ടുണ്ട്. ചുമ്മാ എന്തെങ്കിലുമൊക്കെ ഇൻക്ലൂഡ് ചെയ്യണ്ടേ എന്നോർത്തിട്ട് ഞാനിതൊക്കെ ചെയ്യാൻ നോക്കും.
വലിയ വലിയ യൂട്യൂബേഴ്സൊക്കെ ചെയ്ത് കണ്ടിട്ടില്ലേ, ഈ എന്തെങ്കിലും ചായയോ അല്ലെങ്കിൽ മറ്റേ ജ്യൂസോ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ വീഡിയോസൊക്കെ എടുക്കുമ്പോഴത്തേക്കും ഒരു കപ്പിലാക്കിയിട്ട് ബെഡ്റൂമിലൊക്കെ പോയിരുന്നു. അതിന് വേണ്ടിയിട്ട് ആ സെറ്റിന് വേണ്ടി കുറച്ച് ചായയൊക്കെ ഉണ്ടാക്കി. അന്നേരം സമയം 4 മണിയൊക്കെ കഴിഞ്ഞ്. അപ്പോൾ പിന്നെ ചായയുടെ സമയം കൂടെ ആണെന്ന് ഓർത്തിട്ട് റൂമൊക്കെ സെറ്റാക്കി. നമ്മളിപ്പോൾ യൂട്യൂബിലൊക്കെ കാണുന്ന എസ്തെറ്റിക്ക് അങ്ങനത്തെ ഒന്നുമല്ല, ഉള്ള രീതിയിലുള്ളത് വെച്ച് ആ റൂം ഒന്ന് നന്നാക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ